ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഏസറിന്റെ ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണ്. അപ്പൊ അത് തലനാരക്ക് രക്ഷപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇപ്പോ സ്ക്രീനിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു സാധനം കാണുന്നത് അത് PF ആണ് കാണുന്നത്, കപ്പാസിറ്റർ കാണുന്നത്. ഇത് നേരെ എടുക്കുന്നത് നമ്മുടെ GPUയുടെ ബിൽറ്റിന് മോസ്ഫെറ്റ് വരുന്ന IC ആണ് എടുക്കുന്നത്. ആക്ച്വലി ഇതിന്റെ കംപ്ലൈന്റ് സാധാരണ വരവ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ബ്രേക്ക് ആയത് ഈ ഒരു സൈഡിലേക്ക് അഥവാ IC ആണ് ലീക്കേജ് ആയിട്ട് ബ്രേക്ക് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുന്നത്, നേരെ പോയിട്ട് നേരെ GPU ആണ് അഥവാ ഈ ഒരു സൈഡ് കണക്കാരം വരിക. ഇത് നേരെ കാണുന്നത് IC കാണുന്നുണ്ട്, ഇതിന്റെ ഇപ്പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നേരെ GPU ആണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഈ GPU ഇവിടെ ഈ ആർക്കിങ് വന്നിട്ടുണ്ടെങ്കിൽ, ഇതിൽ ആർക്കിങ് വരിക എന്നുണ്ടെങ്കിൽ ഇത്ര വോൾട്ടേജ് ഉണ്ടെങ്കിൽ ഇവിടെ 19 വോൾട്ടേജ്, ആ 19 വോൾട്ടേജിൽ PWM ആക്കിയിട്ട് റെഗുലേറ്റർ ആയിട്ട് ചെയ്യാണ്. റെഗുലേറ്റ് ചെയ്യുന്ന സമയത്ത് 1 വോൾട്ടേജിൽ 40-30ന്റെ മേലെ ആംബിയർ ഉണ്ടാവും. ഈ ആംബിയറിൽ ഈ ഫ്ലഡ്ജിൽ എന്തെങ്കിലും ഒരു ഒരു ആർക്കിങ് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അഥവാ ഒരു ഫ്ലക്ടേഷൻ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് ഈ IC എന്ത് ചെയ്യും, ഇത് ബ്രേക്ക് ആയിട്ട് നേരെ എന്ത് ചെയ്യും, ആ മൈന്യൂട്ട് നാനോ സെക്കൻഡിൽ എന്ത് ചെയ്യും, ഇതിലേക്കുള്ള വോൾട്ടേജ് ഓവർ വോൾട്ടേജ് കയറിയിട്ട് GPU പോവലാണ് സാധാരണ പതിവ്. അഥവാ ചെറിയ രീതിയിൽ ആർക്കിങ് ഉണ്ടാവുള്ളൂ, മേജർ ഷോട്ട് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ GPU എന്ത് ചെയ്യും, ബാഡാവും. അപ്പോൾ ഇതൊരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ പറഞ്ഞിരുന്നു ചില സമയത്ത് സ്റ്റക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. കസ്റ്റമർ യഥാർത്ഥ കംപ്ലൈന്റ് ആണെങ്കിൽ ചാർജിങ് നടക്കില്ല, സംടൈം ചാർജിങ് നടക്കുക, അതർ റിലേറ്റഡ് കസ്റ്റമർ പറയുന്നത് സിസ്റ്റം വർക്കിംഗ് ആണ് അതിനുണ്ടായിരുന്നത്. പക്ഷെ ഇത് ആർക്ക് ചെയ്ത് അങ്ങനെ ആ ചെറിയ രീതിയിൽ ആർക്ക് ചെയ്ത് അങ്ങനെ ആയിട്ടുണ്ടാവും, എനിക്ക് തോന്നുന്നതാണ്. സത്യത്തിൽ ഇത് ആ സാധനം ബ്രേക്ക് ചെയ്തു, പക്ഷെ ചാർജിങ് സെക്ഷനിൽ കംപ്ലൈന്റ് ഉണ്ട്. ഈ പോർട്ടൊക്കെ ചെറിയ ഡാമേജ് ഉണ്ടായിരുന്നു, ആ പോർട്ട് ഡാമേജ് കുറച്ച് മേജർ ഇഷ്യൂസുകൾ ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിരിക്കണം. പക്ഷെ ഇനി എന്താണെങ്കിലും ഇത് രക്ഷപ്പെട്ട അവസ്ഥയാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത്. അപ്പോ ഇത് ചെറിയ ലീക്കേജ് ഫംഗസ് ആയി ഉണ്ടായിരുന്നു, ചെറിയ രീതിയിൽ ഒരു പച്ച കളർ കാണാം, കോപ്പർ ഇത് ഫംഗസ് ആയി കഴിഞ്ഞാൽ പച്ച കളർ കാണാം, ആ ഒരു രീതിയും ഉണ്ടായിരുന്നത്. ക്ലീനിങ് ഇല്ലാത്തതിന്റെ സംഭവം തന്നെ എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. ഫസ്റ്റ് ആണ് എൻ്റെ അടുത്ത് വരുന്നതെന്ന് മനസ്സിലാവുന്നത്. ഇതാരും ഓപ്പണിങ് കാര്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പൊ ഒരു 2 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതേ ഒരു ജസ്റ്റ് ക്ലീനിങ്ങിനെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ബെസ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.